കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 32ാമത്തെ ചോദ്യം, അത് 15 മാർക്കിൻ്റെ ചോദ്യമാണ്. മറ്റൊന്നുമല്ല, കോസ്റ്റിംഗ് ഈസ് ആൻ എയ്ഡ് ടു മാനേജ്മെൻറ്റ്. കമൻറ്റ് അല്ലെങ്കിൽ എനുമറേറ്റ് ദ മെയിൻ പോയിൻറ്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് ദിസ് വ്യൂ. മാനേജ്മെൻറ്റിന് വളരെ സഹായകരമായ ഒരു കാര്യമാണ് ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദന ചെലവ് കണക്കാക്കുക, അതിന് എത്ര രൂപ നിർമ്മാണ ചെലവ് വരുമെന്ന് കണക്കാക്കുക എന്നത്. ഇത് എത്രമാത്രം ശരിയായ പ്രസ്താവനയാണ്? ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നിരത്തുക. ഇതാണ് ചോദ്യം. കോസ്റ്റിംഗ് ഈസ് എ വൈറ്റൽ ടൂൾ ദാറ്റ് പ്രൊവൈഡ്സ് മാനേജ്മെൻറ്റ് വിത്ത് വാല്യൂബിൾ ഇൻഫർമേഷൻ ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. നമ്മളിന്ന് തീരുമാനമെടുക്കൽ എന്നല്ല പറയുന്നത്, യഥാർത്ഥ വസ്തുതകൾ എല്ലാം ബോധ്യപ്പെട്ട് എടുക്കുന്ന തീരുമാനം, അതുമാത്രമാണ് ഏറ്റവും ശരിയായ തീരുമാനം എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പകുതി കാര്യങ്ങൾ മനസ്സിലാക്കാതെ, പകുതി കാര്യങ്ങൾ അറിയാതെ എടുക്കുന്ന തീരുമാനം ശരിയായ തീരുമാനം നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. അതായത് ഫുള്ളി ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ മാനേജ്മെൻറ്റിന് ഒരുപാട് ഇൻഫർമേഷൻസ് ആദ്യം ആവശ്യമാണ്. അങ്ങനെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസിൽ ഏറ്റവും വാല്യൂബിളായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ടൂൾ തന്നെയാണ് തീർച്ചയായിട്ടും കോസ്റ്റിംഗ്. എന്താണ് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് ചോദിച്ചാൽ, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. കോസ്റ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലാഭക്ഷമത വർദ്ധിപ്പിക്കേണ്ടതെന്നാണ് ആധുനിക കാലത്തെ കാഴ്ചപ്പാട്. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടത് കോസ്റ്റ് കൺട്രോളിങ്ങിലൂടെയാണ്. അല്ലാണ്ട് വിലകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കാം, പക്ഷേ അത് ഒരു ശരിയായ രീതിയല്ല. ഉപഭോക്താവിൻ്റെ മേലെ ഉൽപ്പാദകന് ആവശ്യമുള്ള ലാഭം മുഴുവനും അതിൻ്റെ ഭാരം മുഴുവനും ഉപഭോക്താവിൻ്റെ മുകളിൽ കെട്ടിവയ്ക്കുന്ന രീതി ആധുനിക കാലഘട്ടത്തിന് യോജിച്ചതല്ല, ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്. അതുകൊണ്ട് എപ്പോഴും കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നതാണ് ഏറ്റവും ശരിയായ രീതി. അതുകൊണ്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്താൽ മാത്രമാണ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ആസ് ആൻ എയ്ഡ് ടു മാനേജ്മെൻറ്റ്, കോസ്റ്റിംഗ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്ലാനിങ്, ബജറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ ബിസിനസ് ഓപ്പറേഷൻസ്. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ആലോചിക്കുമ്പോഴും അവയുടെ വരവ് ചെലവ് കണക്ക് തയ്യാറാക്കുന്നതിനാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ബജറ്റിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ ബിസിനസ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കേണ്ട ഘട്ടത്തിലുമെല്ലാം മാനേജ്മെൻറ്റിന് എന്നും ഒരു ഉപകാരപ്രദമായ ടൂൾ തന്നെയാണ്, ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കോസ്റ്റിംഗ് എന്നത്. ഈ ആശയത്തെ സാധൂകരിക്കുന്ന പോയിൻറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റിംഗ് പ്രൊവൈഡ്സ് മാനേജ്മെൻറ്റ് വിത്ത് ആക്യുറേറ്റ് ആൻഡ് ടൈംലി ഇൻഫർമേഷൻ അബൌട്ട് കോസ്റ്റ് വിച്ച് എനേബിൾസ് ദം ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് അബൌട്ട് പ്രൈസിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കോസ്റ്റിംഗ് എന്ന സമ്പ്രദായം അഥവാ ടെക്നിക്ക് മാനേജ്മെൻറ്റിന് കൃത്യമായ സമയബന്ധിതമായ വിവരങ്ങൾ ഉൽപ്പാദനത്തിൻ്റെ ചെലവിനെ സംബന്ധിച്ചത് നൽകുകയും അങ്ങനെ അവയും കൂടി മനസ്സിലെടുത്തുകൊണ്ട് വില നിശ്ചയിക്കാം. ഉൽപ്പാദന ചെലവ് ഇത്രയായി, അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാം. പ്രൊഡക്ഷൻ നടത്തണമോ വേണ്ടയോ, എത്ര ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ നടത്തണം, ആ പ്രൊഡക്ഷനിലേക്ക് എത്ര, ആ പ്രോജക്റ്റിലേക്ക് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഇടണം എന്നതൊക്കെ അവർക്ക് എത്ര പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നടത്തണമെങ്കിൽ, കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉള്ള മറ്റേതെങ്കിലും ആൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ഒക്കെ ഈ ഉൽപ്പാദന ചെലവ് ഏതിനാണ് കുറഞ്ഞിരിക്കുന്നത് എന്നുകൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ ഒരു ആസ്പെക്റ്റ് കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. സോ മാനേജ്മെൻറ്റിന് ഇത്തരം ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് അതിന് സഹായകരമായ വാല്യൂബിൾ ഇൻഫർമേഷൻസ്, ആക്യുറേറ്റ് ഇൻഫർമേഷൻസ്, ടൈംലി ഇൻഫർമേഷൻസ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്നത് കൊണ്ട് അത് ആ മേഖലയിൽ, ഡിസിഷൻ മേക്കിംഗ് എന്ന മേഖലയിൽ ഉപകാരപ്രദമാണ്. രണ്ട്, കോസ്റ്റ് കൺട്രോളാണ്. കോസ്റ്റിംഗ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ടു ഐഡൻറ്റിഫൈ ഏരിയാസ് ഓഫ് ഇൻഎഫിഷ്യൻസി ആൻഡ് വേസ്റ്റ്. കാര്യക്ഷമതയില്ലായ്മ എവിടെയൊക്കെയാണ്, പാഴ്ചെലവുകൾ എവിടെയൊക്കെയാണ്, ഇതിനെ സംബന്ധിച്ച് മാനേജ്മെൻറ്റിന് തിരിച്ചറിയാൻ കഴിയുന്ന ആൻഡ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻ ടു കൺട്രോൾ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി. കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും ലാഭക്ഷമതയെ മെച്ചപ്പെടുത്താനും അത്തരം തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ മാനേജ്മെൻറ്റിന് കഴിയുന്നു എന്നുള്ളത് കോസ്റ്റ് കൺട്രോളിൻ്റെ. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിന് മാത്രമല്ല കോസ്റ്റിംഗ് ഉപകാരപ്രദം, പിന്നെയോ കോസ്റ്റിനെ നിയന്ത്രിക്കാൻ, പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ, കാര്യക്ഷമത ഇല്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്താൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരുത്തൽ നടപടി അവിടെയൊക്കെ സ്വീകരിക്കാൻ, നിയന്ത്രണം കൊണ്ടുവരേണ്ടിടത്തൊക്കെ കോസ്റ്റ്
ചെലവിൽ ചുരുക്കൽ നടപടികൾ കൊണ്ടുവരാൻ, അങ്ങനെയൊക്കെ ലാഭക്ഷമത പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് കോസ്റ്റ് കൺട്രോളിങ്ങിന് ഉപകരിക്കുന്ന ഒന്നാണ്. കോസ്റ്റിംഗ് മാനേജ്മെൻറ്റിന് ഇത് വലിയ സഹായമാണ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ബജറ്റിംഗ് ആണ്. നമുക്കറിയാം, വരവ് ചെലവ് മുൻകൂട്ടി പ്രവചിക്കുന്നതാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഈ വർഷം എന്ത് വരുമാനമുണ്ടാകും, ഈ വർഷം എത്രത്തോളം ചെലവുകൾ പ്ലാൻ ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ മാനേജ്മെൻറ്റിന് അതിനനുസരിച്ച് റിസോഴ്സസൊക്കെ ഇഫക്റ്റീവായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ കഴിയണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബജറ്റ് മുൻപേ തയ്യാറാക്കുന്നത്. അപ്പോൾ കോസ്റ്റിംഗ് ആണ് ഈ ബജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനം നൽകുന്നത്. കാരണം എന്ത് ചെലവ് വരുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എസ്റ്റിമേറ്റുകളായിട്ട് ഓരോ തുകകൾ വകയിരുത്തുന്നത്, നീക്കി വയ്ക്കുന്നത്. അപ്പോൾ കാരണം യഥാർത്ഥത്തിൽ ചിലപ്പോൾ നമ്മൾ നീക്കിയിരുത്തിയതിനേക്കാൾ കുറവേ വരില്ലായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അതിനേക്കാൾ കൂടുതൽ വന്നേക്കാം. ഇതൊക്കെ നമുക്ക് ഉറപ്പ് പറയാനാവില്ല. എങ്കിലും നമ്മൾ ഒരു പണം നീക്കിവയ്പ്പ് ബജറ്റിന് വേണ്ടിയിട്ട് നടത്തുമ്പോൾ, ഒരു കണക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഏറെക്കുറെ കൃത്യമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രം വേണം. ആ ശാസ്ത്രമാണ് കോസ്റ്റിംഗ്. അപ്പോൾ ബജറ്റിങ്ങിന് കോസ്റ്റിംഗ് ഉപകരിക്കും. നാലാമത്തെ പോയിന്റ് പെർഫോമൻസ് ഇവാലുവേഷൻ. നമ്മുടെ കമ്പനിയുടെ പ്രകടനം എത്രത്തോളം നല്ലതാണ് ഇല്ല എന്ന് അറിയണമെങ്കിൽ, മാനേജ്മെൻറ്റിന് അത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ, നമ്മുടെ കമ്പനി എന്ന് വെച്ചാൽ കമ്പനിക്ക് പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമൻസ് ആണ് നല്ലത് എന്ന്, അതുവരെ ചെലവ് ചുരുക്കൽ നിയന്ത്രണങ്ങൾ, നടപടികൾ, അതൊക്കെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് നല്ലതെന്നറിയാനായിട്ട് അതിന് കോസ്റ്റിംഗ് രീതിയിലുള്ള കാൽക്കുലേഷൻസ് ആവശ്യമാണ്. കമ്പയർ ചെയ്യണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചുള്ള ഇവാലുവേഷൻ ആവശ്യമാണ്. പ്രോഡക്റ്റുകളുടെ കാര്യത്തിലാവാം, ചിലപ്പോൾ ഏത് പ്രോഡക്റ്റാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ കഴിയുന്നത്, ഏതിനാണ് കൂടുതൽ ചിലവ് വരുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റികളാണ് ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് പോകുന്നത്, ഏതാണ് കോസ്റ്റ് ഇഫക്റ്റീവ് അല്ലാത്തത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെങ്കിൽ, ഏത് ഏരിയയിലാണ് ഇനി കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കോസ്റ്റ് അലോക്കേഷൻ്റെ കാര്യത്തിൽ കൊണ്ടുവരേണ്ടത് എന്നത് അറിയാനെങ്കിൽ ഒക്കെ തീർച്ചയായിട്ടും പ്രധാനം ആണ് പെർഫോമൻസ് ഇവാലുവേഷൻ. ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പെർഫോമൻസ് ആവാം, പ്രോഡക്റ്റ് വൈസ് പെർഫോമൻസ് ആവാം, ആക്ടിവിറ്റി വൈസ് പെർഫോമൻസ് ആവാം. അതൊക്കെ കമ്പയർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ഏത് നല്ലത് ഏത് മോശം എന്നൊക്കെ അറിയാൻ നമുക്ക് കോസ്റ്റിംഗ് നല്ലതാണ്. പ്രൈസിങ് എന്ന ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോഴും കോസ്റ്റിംഗ് നല്ലതാണ്. കാരണം കോസ്റ്റിംഗ് പ്രൊവൈഡ്സ് മാനേജ്മെൻറ്റ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് കോസ്റ്റ്. ഉൽപ്പാദന ചെലവിനെ സംബന്ധിച്ചുള്ള വിവരം മാനേജ്മെൻറ്റ് നൽകുന്നത് കൊണ്ട് വിച്ച് എനേബിൾസ് ദം ടു സെറ്റ് പ്രൈസസ് ദാറ്റ് ആർ കോമ്പറ്റീറ്റീവ് ആൻഡ് പ്രോഫിറ്റബിൾ. അതിന് മേളിലായിരിക്കണം, തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ മുകളിലായിരിക്കും പ്രൈസ് ഫിക്സേഷൻ എപ്പോഴും നടക്കുക. കാരണം ഉൽപ്പാദന ചെലവിനേക്കാൾ താഴ്ത്തി വിറ്റാൽ നഷ്ടമാകും, അങ്ങനെ ആരും ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ പ്രൈസ് ഏത് വരെ മുകളിൽ ഉയർത്താം, മാർക്കറ്റിലെ കോമ്പറ്റീറ്റർ വെച്ചിരിക്കുന്ന പ്രൈസും കൂടെ നോക്കണം. ആ കോമ്പറ്റീറ്റീവ് പ്രൈസ് നോക്കിയിട്ട് അതിനോട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ധൈര്യമായി പറയാവുന്ന, കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആറാമത് പ്രോഫിറ്റ് പ്ലാനിങ് ആണ്. കോസ്റ്റിംഗ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ടു പ്ലാൻ ആൻഡ് കൺട്രോൾ പ്രോഫിറ്റ്സ് ബൈ ഐഡൻറ്റിഫൈങ് ഏരിയാസ് ഓഫ് ഹൈ പ്രോഫിറ്റബിലിറ്റി. അതായത് കോസ്റ്റിംഗ് മാനേജ്മെൻറ്റിന് സഹായകരമാണ് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ലാഭങ്ങളെ. എങ്ങനെ? ബൈ ഐഡൻറ്റിഫൈങ് ഏരിയാസ് ഓഫ് ഹൈ പ്രോഫിറ്റബിലിറ്റി. എവിടേക്കാണ് ഹൈ പ്രോഫിറ്റബിലിറ്റി ഉള്ള ഏരിയ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആൻഡ് ഏരിയാസ് ദാറ്റ് നീഡ് ഇമ്പ്രൂവ്മെൻറ്റ്, ഇനിയും മെച്ചപ്പെടുത്തൽ ആവശ്യമുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നും മനസ്സിലാക്കുവാനായിട്ട് അങ്ങനെ മാനേജ്മെൻറ്റിന് പ്രോഫിറ്റ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഉപകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റുകളെ കൺട്രോൾ ചെയ്യാനായിട്ടും പ്ലാൻ ചെയ്യാനും മാനേജ്മെൻറ്റ് സഹായിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രയോജനമാണ്. ഏഴാമത്തെ പോയിന്റ് പറയുന്നത് റിസോഴ്സ് അലോക്കേഷനാണ്. അതായത് റിസോഴ്സസ് ഇഫക്റ്റീവായിട്ട് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ റിസോഴ്സസ് എവിടെയാണ് അണ്ടർ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നും വേസ്റ്റ് ആകുന്നതെന്നും അറിയണം. പലയിടത്തുമുള്ള പല റിസോഴ്സസും ഇപ്പോഴും ഉപയോഗിക്കപ്പെടാതെ വെറുതെ കിടപ്പുണ്ടാവാം, അത് ഉപയോഗപ്പെടുത്തുക കൂടി വേണം. അതുപോലെ തന്നെ എവിടെയാണ് റിസോഴ്സസ് വേസ്റ്റ് ആകുന്നതെന്ന് അറിയണം. അണ്ടർ യൂട്ടിലൈസേഷനും വേസ്റ്റേജസും ഒക്കെ അറിയണമെങ്കിൽ കോസ്റ്റിങ്ങിൻ്റെ കൃത്യമായ കണക്ക് തയ്യാറാക്കുന്ന സമ്പ്രദായം നമ്മുടെ സ്ഥാപനത്തിൽ വേണം എന്നതാണ്. എട്ടാമത്തെ പോയിന്റ് കോസ്റ്റ് റിഡക്ഷനാണ്. കോസ്റ്റിംഗ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ടു ഐഡൻറ്റിഫൈ ഏരിയാസ് വെയർ കോസ്റ്റ് ക്യാൻ ബി റിഡ്യൂസ്ഡ് വിത്തൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി ഓർ പെർഫോമൻസ്. കോസ്റ്റ് കുറക്കാൻ നേരത്ത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്, പെർഫോമൻസ് കോംപ്രമൈസ് ചെയ്യരുത്. അല്ലാതെ തന്നെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് മാനേജ്മെൻറ്റിന് ഏതേത് മേഖലകളിൽ കഴിയും എന്ന് പരിശോധിക്കാൻ, കണ്ടെത്താൻ തീർച്ചയായിട്ടും
ഈ കോസ്റ്റിംഗ് മെത്തേഡുകൾ നമ്മൾ ഉപകരിക്കും. ഇനി കോസ്റ്റിംഗ് കൊണ്ട് മാനേജ്മെൻറ്റിനുള്ള ഗുണം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ് നടത്താൻ സാധിക്കുന്നു, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി കൊണ്ടുവരാൻ സാധിക്കുന്നു, ബെസ്റ്റ് കോസ്റ്റ് കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കുന്നു, വർദ്ധിച്ച ലാഭക്ഷമത, എൻഹാൻസ്ഡ് പ്രോഫിറ്റബിലിറ്റി, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. നമ്മുടെ എതിരാളികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റിന് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, പ്രൈസ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കോമ്പറ്റീറ്റീവായിട്ട് പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും മാർക്കറ്റിൽ നമ്മുടെ അഡ്വാൻറ്റേജ് നമുക്ക് റീപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇൻ കൺക്ലൂഷൻ, കോസ്റ്റിംഗ് ഈസ് എ വൈറ്റൽ എയ്ഡ് ടു മാനേജ്മെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് വാല്യുബിൾ ഇൻഫർമേഷൻസ് നൽകാൻ കഴിയുന്ന ഒരു വൈറ്റൽ എയ്ഡ് തന്നെയാണ് കോസ്റ്റിംഗ് എന്ന് പറയാം. കോസ്റ്റ് കൺട്രോളിങ്ങിനും ബജറ്റിങ്ങിനും പെർഫോമൻസ് ഇവാലുവേഷനും പ്രൈസിങ്ങിനും പ്രോഫിറ്റ് പ്ലാനിങ്ങിനും റിസോഴ്സ് അലോക്കേഷനും ഒക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അതുപോലെ തന്നെ ബൈ യൂസിങ് കോസ്റ്റിംഗ് ടെക്നിക് ആൻഡ് മെത്തേഡ്സ്, കോസ്റ്റിംഗ് ടെക്നിക്കും മെത്തേഡും ഉപയോഗിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് ക്യാൻ ഇംപ്രൂവ് എഫിഷ്യൻസി. മാനേജ്മെൻറ്റിന് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി, ലാഭക്ഷമത വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. വിച്ച് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ മാർക്കറ്റ്. ഇത് ആത്യന്തികമായി കമ്പോളത്തെ നമ്മുടെ ഉൽപ്പന്നത്തിന് ഒരു മത്സരാധിഷ്ഠിതമായ മെച്ചം ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കുന്നു. ദെർഫോർ കോസ്റ്റിംഗ് ഈസ് ആൻ എസെൻഷ്യൽ ടൂൾ ഫോർ മാനേജ്മെൻറ്റ് ദാറ്റ് ഹെൽപ്സ് ദം ടു അച്ചീവ് ദെയർ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റിന് അവരുടെ ഗോൾസും ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യുന്നതിന് ഇത് നന്നായി സഹായിക്കുന്നു. The following data have been extracted from the books of Messrs. Moonshine Industries Limited for the calendar year 2014 എന്ന് വന്നിട്ട് നമുക്ക് ഇതിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ യൂണിറ്റ് കോസ്റ്റ് ഷീറ്റിലൂടെ തയ്യാറാക്കാനുള്ളതാണ്. മറ്റൊരു ചോദ്യമാണ്. നമുക്കത് അടുത്ത